എല്ലാവർക്കും നമസ്കാരം. മിനിറ്റ്സ് കുക്കിൻ്റെ മറ്റൊരു ഈസി സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ്. ഇത് തേങ്ങ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യണതെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഉണക്കച്ചെമ്മീനകത്ത് സോൾട്ടിൻ്റെ അളവ് വളരെ കൂടുതലാണ്, അതുപോലെ തന്നെ പ്രോട്ടീൻ സോഴ്സും കൂടിയാണിത്. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് കൂടിയാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ അത്യാവശ്യം മാർക്കറ്റിൽ പോയി വാങ്ങിയിട്ട് കഴുകി വൃത്തിയാക്കി നല്ല ഡ്രൈ റോസ്റ്റ് ചെയ്ത് കൊണ്ടുവരാറുണ്ട്, അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞതിന് ശേഷം. അപ്പോൾ ഇത് ഏകദേശം ഒരു വർഷത്തോളം നമ്മുടെ വീട്ടിലിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പൊതിച്ചോറ് അല്ലെങ്കിൽ ചെറുതായിട്ട് കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സൈഡ് ഡിഷായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ചെമ്മീൻ ചമ്മന്തി. അപ്പോൾ വേറെ പച്ചക്കറികൾ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ചമ്മന്തി വെച്ച് തന്നെ നല്ല ചൂട് ചോറുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അടിപൊളിയായിട്ട് ലഞ്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഒരു 2 minutes ഒക്കെ നമ്മൾ ചൂടാക്കിയാൽ മതിയായിരിക്കും. നമ്മളിത് ഓൾറെഡി കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് കേട്ടോ. നിങ്ങളിത് വൃത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കി ആ വെള്ളം ഒന്ന് വലിയുന്നോട് വരെ നമ്മുടെ പാനിലിട്ട് ചൂടാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു ക്രിസ്പി ടെക്സ്ചറിലേക്ക് ഈ ചെമ്മീൻ വരും. അതുവരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇടാനുള്ള ഒരു പാകത്തിന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ആയിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉണക്കമുളക് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ആഡ് ചെയ്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്, അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി ആഡ് ചെയ്ത് കൊടുക്കാം. വാളൻപുളി ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പുളി ടേസ്റ്റൊക്കെ വന്നിട്ട് നല്ലൊരു ചമ്മന്തിയുടെ ടേസ്റ്റിലേക്ക് വരിക. ഇനി നിങ്ങൾക്ക് വാളൻപുളി ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല പുളിയുള്ള പച്ചമാങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 ഗാർലിക്കിൻ്റെ പീസസ്, പിന്നെ വേണ്ടത് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് സവോള ചേർത്ത് കൊടുത്താലും മതിയായിരിക്കും. അപ്പോൾ നമുക്കൊരു 3-4 ചെറിയുള്ളിയാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത്. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഒരു ഗ്രീൻ ചില്ലി, പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ സ്പൈസി ചില്ലി പൗഡർ, പിന്നെ ഒരു 2-3 കറി ലീവ്സും. ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് ചിരകിയത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് ക്രഷ് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ ആദ്യമേ. അപ്പോൾ 1 കപ്പ് ചെമ്മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് 1 കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന തേങ്ങ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് പൾസ് ചെയ്യുക. ഒരുപാട് അങ്ങോട്ട് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതിൽ ആക്കിയെടുക്കുമ്പോഴാണ് ചമ്മന്തിക്ക് നല്ലൊരു ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ വരിക. അപ്പം നമ്മളൊന്ന് പൾസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് പൾസ് ചെയ്യുക. അങ്ങനെ ഒരു 3 times ചെയ്യുക. അപ്പോഴത്തേക്ക് ഇതൊക്കെ നന്നായിട്ടൊന്ന് ബ്ലെൻഡായിട്ട് വരുന്നതായിരിക്കും. ഇനി ഇത് അരച്ചതിന് ശേഷം നമ്മൾക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾക്ക് അതിലേക്ക് നല്ല കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ ഒരു 1 tablespoon ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കയ്യിലിട്ട് ഉരുട്ടിയെടുക്കൂല, ചമ്മന്തിയുടെ ഒരു പരുവത്തിലാക്കി എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ല ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. അതുമല്ല ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ചെമ്മീൻ ചമ്മന്തി റെഡി ആയിരിക്കുകയാണ്. ഞാനിത് പൊതിച്ചോറിന് വേണ്ടിയിട്ട് സൈഡ് ഡിഷായിട്ടാണ് തയ്യാറാക്കിയെടുത്തത്. ഇവൻ പിള്ളേർക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇവനിത് ചോറിൽ മിക്സ് ചെയ്തിട്ട് ചെമ്മീൻ ചോറായിട്ട് കഴിക്കാനും വളരെ നല്ലതാണ്. ഇപ്പോൾ വിൻ്റർ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കഞ്ഞിയൊക്കെ കുടിക്കുന്നവർക്ക് ഒരു സൈഡ് ഡിഷായിട്ടൊന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ പുതിയൊരു ഈസി റെസിപ്പി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.